തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയ്ക്ക് ക്രൂരമർദ്ദനം. സീനിയർ അഭിഭാഷകൻ ബെയിലിൻ മർദ്ദിച്ചുവെന്നാണ് പരാതി. ജൂനിയർ അഭിഭാഷക ശ്യാമിലിക്കാണ് പരിക്കേറ്റത്. യുവതിയുടെ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റു. അഭിഭാഷകൻ മോപ്പ് സ്റ്റിക്ക് കൊണ്ട് മർദ്ദിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. അഭിഭാഷക ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് 12:30 ആണ് സംഭവം. ഞാനിന്ന് രാവിലെ ഫസ്റ്റ് ട്രാക്ക് കോടതിയിൽ ഫസ്റ്റ് ട്രാക്ക് 2-ലായിരുന്നു വെക്കേഷൻ കോർട്ട്. അവിടെ ഹിയറിംഗ് ഒക്കെ പറഞ്ഞ് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഹിയറിംഗ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞ് ഓഫീസിൽ വന്നതിന് ശേഷം ഞാൻ സാറിനോട് പറഞ്ഞു, സാറൊന്ന് കോടതിയിലുണ്ടായിരുന്നു, സാറിനോട് പറഞ്ഞു എനിക്ക് സംസാരിക്കണം. അപ്പോൾ സാറ് പറഞ്ഞു എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ട, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോവാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് ഒന്നുകിൽ ആ ജൂനിയറിനെ വോൺ ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്ക് വോൺ ചെയ്യേണ്ടി വരും. അപ്പോൾ സാറ് പറ്റത്തില്ല, സാർ ഇറങ്ങിപ്പോകുന്നു. ഞാൻ ആ ജൂനിയറിനോട് പറഞ്ഞു വർക്ക് ചെയ്യാനല്ലേ വരുന്നത്, വർക്ക് ചെയ്യുക, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, ഞാൻ ഒന്നിനും വരുന്നില്ലല്ലോ, എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. നീ ഇതാരോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് സാറ് അവരുടെയൊക്കെ മുന്നേ വെച്ചിട്ട് എന്നെ അടിച്ച് അതിന് താഴെ വീണു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് എടുത്ത് വീണ്ടും അടിച്ചു. അപ്പോൾ സാർ എന്നിട്ട് പുറത്ത് പോകാൻ നിൽക്കുക, വീണ്ടും പോവാ. ഞാൻ പറയുക ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്യും. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു, വരികയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സാറിന് ഇവിടെ നിന്ന് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഓഫീസിൽ നിന്ന് പോകാൻ പറ്റത്തില്ല, സാർ ഓഫീസിൽ തന്നെ ഇരുന്നാൽ മതി. ഇതാണ് സംഭവം. ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നു. ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും ശ്യാമിലോട് വളരെ മോശമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ ഇതുപോലെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോവുകയോ ചെയ്തിട്ടുണ്ടോ? മോശമായിട്ട് പെരുമാറുക ഇതാ, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ ഭാഗമൊന്നും കേൾക്കില്ല. സാറിന് തോന്നുന്നത് പറയാ, ഫയൽസ് എടുത്ത് മുഖത്തെറിയുക. അത് എന്നോട് മാത്രമല്ല, ഈ ഓഫീസിലുള്ള മിക്ക ജൂനിയേഴ്സിനോടും ഇതാ. പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിളിച്ചിട്ട് നാളെ മുതൽ വരണ്ട, കാര്യമില്ല, കാരണവുമില്ല, ഒന്നും പറയില്ല, നാളെ മുതൽ ഓഫീസിൽ വരണ്ട. നമ്മളൊക്കെ ഒരു അടിമകളെ പോലെ എല്ലാം സാറ് പറയുന്ന എല്ലാം കേട്ടിരുന്ന കുഴപ്പമില്ല. അതേസമയം അഭിഭാഷകനെ ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. വി വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. വിനോദ്, ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പരാതിയിൽ നടപടി ഉണ്ടായിരിക്കുന്നു, അഭിഭാഷകനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ശ്യാമിലി ഇപ്പോൾ ജനറൽ ആശുപത്രിയിലാണുള്ളത്. മുഖത്ത് കൈകൊണ്ടടിക്കുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. ആ ഫോട്ടോകൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങൾ പിന്നീട് മാധ്യമപ്രവർത്തകർ പകർത്തുകയും ചെയ്തു. തുടർച്ചയായി മുഖത്തടിച്ചു എന്നതാണ് പരാതി. ഇപ്പോൾ ബാർ അസോസിയേഷന്റെ ഭാരവാഹികൾ ഈ ഭാഗത്തുണ്ട്, അവരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അഭിഭാഷകനെ സസ്പെൻഡ് ചെയ്തുള്ള നടപടിയാണ് വന്നിരിക്കുന്നത്. എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? അല്ല, ഈ സംഭവം നടന്ന് കുറച്ച് സമയം കഴിഞ്ഞ് തന്നെ ബാർ അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ നടപടി എന്ന് പറയുന്നത് നമ്മൾ ഈ ആരോപണ വിധേയനായ അഡ്വക്കേറ്റിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ബാക്കി തുടരന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കുട്ടി ഇവിടെ വേണ്ട ചികിത്സ അപ്പോൾ തന്നെ നമ്മളെല്ലാവരും വന്നു, അസോസിയേഷനിൽ നിന്നും അഡ്വക്കേറ്റ്സും എല്ലാവരും വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അതിന് മൊഴിയെടുക്കുകയും ബാക്കി നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ മർദ്ദിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അത് നടപടി ഉണ്ടാകാതെ പോയതെന്നുള്ള ഒരു ചോദ്യം കൂടി വരുന്നത്. നമുക്ക് അങ്ങനെ ഒരു പരാതിയൊന്നും ഇതുവരെ അസോസിയേഷനിലായിട്ട് ലഭിച്ചിട്ടില്ല. നമുക്കറിയില്ല. പക്ഷെ ഇതിനെ നമ്മൾ എന്താണെന്നുള്ളത് അന്വേഷിക്കാൻ നിൽക്കുന്നേ ഉള്ളൂ. ഡെലിവറി കഴിഞ്ഞു വന്നൊരു കുട്ടിയാണ്, അപ്പോൾ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒരു അഭിഭാഷക സമൂഹത്തിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും എസ്പെഷ്യലി നമ്മൾ ലേഡി മെമ്പേഴ്സിന് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചാൽ നമുക്ക് എല്ലാവർക്കും ശരിക്കും നമുക്ക് അതിൽ അതിയായ വിഷമമുണ്ട്. നമ്മളെപ്പോഴും ആ കുട്ടിയോടൊപ്പം തന്നെ ആയിരിക്കും എല്ലാ നടപടിയും. നിയമപരമായ എല്ലാ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും അതിനോടൊപ്പം തന്നെ ഉണ്ടാവും. പോലീസ് മൊഴിയെടുക്കുകയാണ്, കേസുമായി മുമ്പോട്ട് പോകാൻ. തീർച്ചയായിട്ടും ഇപ്പോൾ ഓൾറെഡി കേസായി കഴിഞ്ഞു. തീർച്ചയായും ആ തരത്തിലാണ്. കാരണം ഒരുപക്ഷെ ഒരു നിയമ സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി നിൽക്കുന്ന അഭിഭാഷകർ അവരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് വളരെ മോശം പ്രവണതയായി തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇവിടെ ഇന്ന് നടന്ന സംഭവമായി പറയുന്നത് 2 ജൂനിയേഴ്സ് ഉണ്ട് ഈ അഭിഭാഷകന്റെ ഓഫീസിൽ. ഇവർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മറ്റ് ചില കക്ഷികൾ ഓഫീസിലേക്ക് വരുമ്പോൾ ഇവർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടാകുകയും സീനിയറായ ബെയിലിയോട് മോശമായി പെരുമാറി എന്നുള്ളൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എങ്കിൽ തന്നെയും ഈ തരത്തിൽ മർദ്ദിച്ചത് അത് അത്യന്തം ഗൌരവമുള്ള ഒരു സംഭവമായി തന്നെയാണ് അഭിഭാഷക സമൂഹവും കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേഗത്തിലുള്ള ഈ നടപടി ഉണ്ടായത്. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ മുരളീധരൻ, അദ്ദേഹം ബാർ അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. സസ്പെൻഡ് ചെയ്തിട്ടുള്ള നടപടിയായി തുടരന്വേഷണം ഉണ്ടാകുമ്പോൾ ശക്തമായ നടപടികളിലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും ഞങ്ങളൊരു
ഈ സംഭവം അറിഞ്ഞ് ആ സ്ഥലത്തെത്തുകയും അവർ ഇരയുമായി സംസാരിക്കുകയും അതിനുശേഷം ഒരു പ്രാഥമിക അന്വേഷണത്തിന് ശേഷം അയാളെ ഉടൻ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ബാർ സ്റ്റേഷൻ നടത്തിയിട്ട് മറ്റു നടപടികളിലേക്ക് അങ്ങ് കടക്കും. ഷാമിലി പറയുന്നത് നേരത്തെയും മർദ്ദനം ഉണ്ടായിട്ടുണ്ടെന്നാണ്. ഇന്നും ഇപ്പോൾ കൈകൊണ്ട് തുടർച്ചയായി മുഖത്തടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രസവം കഴിഞ്ഞിട്ട് വന്നൊരു ജൂനിയർ അഭിഭാഷക കൂടിയാണ്. ആ തരത്തിൽ മോശമായ ഒരു പെരുമാറ്റമാണ് ഉണ്ടായത്. മുമ്പത്തെ സംഭവത്തെക്കുറിച്ച് ബാർ സ്റ്റേഷന് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവിടെ രണ്ട് ജൂനിയേഴ്സ് തമ്മിലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് തുടങ്ങിയതെന്നും ഇദ്ദേഹം ഈ വക്കീൽ അയാളെ ഉപദ്രവിച്ചു എന്നാണ് അറിഞ്ഞത്. എന്തായാലും ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിനെ സസ്പെൻഡ് ചെയ്തു. നിയമസഹായം കുട്ടിക്ക് ഉറപ്പായിട്ടും കുട്ടിക്ക് നിയമസഹായം ഞങ്ങൾ ചെയ്തിരിക്കും. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ബാർ അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് പ്രാഥമികമായി തന്നെയുള്ള നടപടികൾ ഉണ്ടാവുകയാണ്. സസ്പെൻഷൻ നടപടി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി. വളരെ വേഗത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും അടിയന്തരമായി സീനിയർ അഭിഭാഷകനെ സസ്പെൻഡ് ചെയ്തുള്ള നടപടിയും ഉണ്ടായി. ഇപ്പോൾ പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ജനറൽ ആശുപത്രിയിലാണുള്ളത്. അല്പസമയത്തിനുള്ളിൽ പെൺകുട്ടിയെ ജൂനിയർ അഭിഭാഷകയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്ന ചില സൂചനകൾ കൂടിയുണ്ട്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.